ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ ബർഗർ എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിന് വേണ്ടത് ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്, 2 ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കണം. കട്ട്ലറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തേക്കുന്നത്. അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഞുറുക്കണം. ഇതാണ് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് പീസ്. നമ്മളിനി ഇതിനെ നമ്മുടെ മിക്സിയിലിട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടൊന്നിരിക്കുക മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ചിക്കനിൽ യാതൊരു കാരണവശാലും വെള്ളമയം ഉണ്ടാകരുത്. വെള്ളമില്ലാതെ നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് അധികം നൈസായിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതാണ് ഗ്രൈൻഡ് ചെയ്ത രൂപം. ഫ്രണ്ട്സ്, ഇതിലേക്കുള്ള മസാല ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഗ്രൈൻഡിലിട്ട് നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതോടൊപ്പം ഒരു കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടണം. കുറച്ച് പെപ്പർ പൊടി ഇതിന് കുറച്ച് മിക്സ് ചെയ്യണം. 1/2 സ്പൂൺ പെപ്പർ പൊടി മിക്സ് ചെയ്യണം. കാരണം ഞാൻ 1/2 കിലോ ബ്രസ്റ്റ് പീസാണ്, ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടണം. ഉപ്പ് കൂടിപ്പോകരുത്. ഒരു നുള്ള് നമ്മൾ ടർമറിക് പൗഡർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു ലൈം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അഥവാ ലൈം കിട്ടാതെ വന്നാൽ വിനാഗർ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ലൈമായിരിക്കും ഒറിജിനൽ ടേസ്റ്റ് തരുന്നത്. ഇതോടൊപ്പം നമ്മളൊരു 1/2 സ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് നമ്മൾ ഇതിനോട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. കുറച്ച് പേസ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്ത ശേഷം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എല്ലാ ചിക്കനിലും എല്ലാ പാർട്ടിലും ഇതെത്തിയിരിക്കണം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇനി ചെയ്യേണ്ടത് ബ്രെഡിൻ്റെ പൗഡർ, ബ്രെഡോ അല്ലെങ്കിൽ റസ്ക് പൗഡറോ, ഞാനിവിടെ റസ്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഇളക്കി നോക്കണം. ഇതിന് നമുക്കൊരു ടൈറ്റായിട്ട് കിട്ടും. ഒരുവിധം ടൈറ്റ് പോലെ ആകുന്നിടം വരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ലൂസാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ റസ്ക് പൊടി ഇട്ട് കൊടുക്കുന്നത്.
ഈ റസ്ക് പൊടി ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ്. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ബ്രെഡ് ഉണക്കിയിട്ട് അല്ലെങ്കിൽ റസ്ക് മേടിച്ച് നമുക്ക് പൗഡറാക്കാം. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചു. നമ്മൾ ഇനി ഇത് ഒരു ബോൾ ടൈപ്പിലാക്കിയ ശേഷം നമ്മൾ കട്ട്ലറ്റ് ആക്കുകയാണ്. കട്ട്ലറ്റ് ആക്കാൻ നമുക്ക് കറക്റ്റായിട്ട് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്യുക. ഒരു അടപ്പെടുത്തിട്ട് അതിനകത്തൊരു പ്ലാസ്റ്റിക് കവർ വെക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെക്കുക. ഇപ്പം നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ 7 കട്ട്ലറ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 7 കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് വെച്ച് പൊരിക്കുകയാണ് വേണ്ടത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇത് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ ഇടുന്നു. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അത് നന്നായിട്ട് ഇളക്കുന്നു. ഫ്രണ്ട്സ്, നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓരോ കട്ട്ലറ്റ് മെല്ലെ എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയിലേക്ക് മുക്കുക. അതിനുശേഷം നമ്മുടെ റസ്ക് പൊടിയിലേക്ക് നമ്മളിട്ടിട്ട് മറ്റേ കൈ കൊണ്ട്, നമ്മൾ മുക്കിയ കൈ കൊണ്ടല്ല മറ്റേ കൈ കൊണ്ട് നമ്മൾ ശരിക്കും ആക്കുക. ഇതിലേക്ക് പിടിപ്പിക്കുക. മറ്റേ കൈ കൊണ്ടാക്കി അത് എല്ലാം കൂടെ ഒട്ടിപ്പോവും. അത് മെല്ലെ നമ്മളിതിട്ട് തവയിലേക്ക് ഫ്രൈ ചെയ്യുന്നു. തവയിൽ അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കട്ട്ലറ്റ് മുക്കിയ കൈ കൊണ്ട് നമ്മൾ പൊടിയിലേക്ക് കൈ കൊണ്ടുവരരുത്. നാലെണ്ണമാണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും കുക്കായി ഫ്രൈ ആയിട്ട് വരികയുള്ളൂ. അതിനോടൊപ്പം നമുക്ക് ഈ ബാക്കിയുള്ള ഈ സൈഡിലുള്ള ഓയിലുകൾ നമുക്ക് മെല്ലെ എടുത്തതിന് മുകളിൽ ടച്ചപ്പ് ചെയ്യാം.
നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡിലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമെങ്കിൽ കട്ട്ലറ്റ് നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി ഫ്രീസറിൽ കയറ്റി വെക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചത്തേനൊക്കെ അവിടെ ഒരു കേട് കൂടാതിരുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ബർഗറിൻ്റെ ബന്ന് മേടിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു എമർജൻസി ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഒരു ബർഗർ കൊടുക്കാം. അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സായിട്ട് നമുക്ക് ഈ ബർഗർ റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇതിൻ്റെ ടൈമിംഗാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ കമൻറ്റുകൾ അത്രയും അത്യാവശ്യമുണ്ട്. നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മുടെ ബർഗർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് ഫ്രണ്ട്സ്. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബർഗറിലേക്ക് വെക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ബർഗർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യം നമ്മൾ കുറച്ച് സോസ് ഉണ്ടാക്കണം. സോസിന് വേണ്ടി നമ്മൾ ഒറിഗാനോ കുറച്ച് ആഡ് ചെയ്യുക. ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതോടൊപ്പം കുറച്ച് മയോനീസ് ഒഴിക്കുക. മയോനീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ വിടുന്നതായിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ മയോനീസ് ഉണ്ടാക്കാൻ പറ്റും. സോസാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് ഇളക്കുക. ഞാനിത് പുറത്തുനിന്ന് മേടിച്ച ബന്നാണ്. എള്ളുള്ള ബന്ന്, അതായത് സോൾട്ടി ബന്ന്. ഇത് സോൾട്ട് ടേസ്റ്റ് ഉണ്ടാവും. അതാണ് യഥാർത്ഥ ബർഗർ ബന്ന്. അല്ലാതെ ബേക്കറിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സാധാ ബന്നിന് അതിന് സ്വീറ്റായിരിക്കും. ഈ എള്ള് മുകളിൽ കാണുന്ന ബന്ന് നോക്കി നമ്മൾ മേടിക്കണം. അതിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും അധികം ഇല്ല. നമുക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമായ കുറച്ച് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്, ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഉള്ളി, സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റ്യൂസ് ലീഫ്, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവർക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്യൂസ് ഇതും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റൈലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഈ ബർഗർ ബന്ന് നമ്മളൊന്ന് ചൂടാക്കുകയാണ്. ബർഗർ ബന്ന് ചൂടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. അധികം വേണ്ട.
അതിലേക്ക് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ബല്ല് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അധികം നേരം വെക്കരുത്, ജസ്റ്റ് 30 സെക്കൻഡ്. കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ റെഡി ചിക്കൻ കട്ട്ലേറ്റ് വെക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചീസ് വെക്കുകയാണ്. അതിനുശേഷം ഒന്നും മൂടി കൊടുക്കുക. ഈ ചീസ് മെൽറ്റാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ സോസ് നമ്മൾ ബ്രെഡിൻ്റെ ഒരു പീസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലെറ്റ്യൂസ് നമ്മൾ വെച്ച് കൊടുക്കണം. ടൊമാറ്റോ വെച്ച് കൊടുക്കണം. ഒരു കഷ്ണം ഉള്ളി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിൽ കൂടി സോസ് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസ് അതിലേക്ക് വെക്കണം. ചീസും കട്ട്ലറ്റും കൂടെ ചേർന്ന് ഫ്രണ്ട്സ്, നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബർഗർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. അധികം ചിലവുകളൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ മക്കൾക്കെല്ലാം ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിത് വീട്ടിൽ ചെയ്തു നോക്കണം. ഇതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു. ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ബർഗറിൻ്റെ ഉൾഭാഗം. ഇത് കണ്ടോ,
നന്നായിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. സൂപ്പർ.